എല്ലാവർക്കും നമസ്കാരം. മായമ്മ ജൂൺ 7 റിലീസ് ചെയ്യുകയാണ്. അതിൻ്റെ മറ്റ് സാങ്കേതിക കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വളരെ ചെറിയ ഒരു സബ്ജക്റ്റ്, അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ളൊരു തിരക്കഥ, അതിൻ്റെ ചിത്രീകരണം, ഇത്രയും കഴിഞ്ഞ് ഒരു സാധാരണ സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു പുള്ളുവ പെൺകുട്ടിയും നമ്പൂതിരി യുവാവും തമ്മിലുള്ള പ്രണയം, ആ പ്രണയത്തെ തുടർന്ന് ഈ പെൺകുട്ടിക്ക് സാമൂഹികമായും പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്ന് ആ പെൺകുട്ടി കരകയറുന്നത്, ആ പുള്ളുവ പെൺകുട്ടിയുടെ സ്ത്രീത്വത്തിനെ വരെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു പോരാട്ടത്തിലൂടെ, സ്ത്രീത്വത്തിനും അഭിമാനത്തിനും വേണ്ടിയുള്ള അവളുടെ പോരാട്ടത്തിലൂടെ വികസിക്കുന്ന തരത്തിലാണ് ഈ കഥ ഉള്ളത്. അതില് ഞങ്ങൾക്ക് വളരെയധികം വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട് ഉണ്ടാവുകയുണ്ടായി. ഈ സോഷ്യൽ മീഡിയ വഴി ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണം എന്ന് തന്നെ അതിന് പറയാം. അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം ഇതില് അഭിനയിച്ചിരിക്കുന്നവർ എല്ലാവരും വളരെ പ്രശസ്തരും എല്ലാ കേരളീയർക്കും വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരുമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രീ തമ്പി സാറാണ്. അപ്പൊ തമ്പി സാറിനെ ഇതിൽ അഭിനയിപ്പിച്ചതിനെതിരെയാണ് ആദ്യത്തെ ആക്രമണം വന്നിട്ടുള്ളത്. അപ്പൊ തമ്പി സാറ് ഒരു പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലൊന്നും അല്ല തമ്പി സാർ ഈ സിനിമയിലോട്ട് വന്നിട്ടുള്ളത്. തികച്ചും എന്നോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ താല്പര്യം, വളരെ വർഷങ്ങളായിട്ട് പരസ്പരം അറിയാവുന്ന ഒരു രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ എന്നോടുള്ളൊരു സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് തമ്പി സാർ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു കഥാപാത്രമായിട്ട് മാത്രമാണ് സാർ ഇതിൽ അഭിനയിച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയകളിലും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ, സോഷ്യൽ മീഡിയകളിലൂടെ ഉണ്ടായിട്ടുള്ള ആരോപണം വളരെ മോശകരമായിട്ടുള്ളതായിരുന്നു. ആ സിനിമയിൽ സാർ ഉപയോഗിച്ച കോസ്റ്റ്യൂമിന്റെ കളർ വരെ എടുത്തു പറഞ്ഞ് തീരെ സഭ്യമല്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത്. അതൊക്കെ സങ്കടകരമാണ്, വളരെ വേദനാജനകമാണ്. പിന്നെ സിനിമയെ പറ്റി കൂടുതൽ പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലെ പ്രധാന വേഷം ചെയ്ത തമ്പി സാറിന്റെ അടുത്ത് തന്നെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഞാൻ ഇതുവരെ വളരെ പാവം പിടിച്ച കഥാപാത്രങ്ങളൊക്കെയാണ് പല സിനിമയിലും സീരിയലൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതില് ആദ്യമായിട്ട് മായമ്മ എന്ന കഥാപാത്രത്തിനെതിരെ വില്ലനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് വന്ന ഒരു വില്ലനാണെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറായ അദ്ദേഹത്തോട് നന്ദിയുണ്ട്. അതോടൊപ്പം ഇങ്ങനൊരു നമുക്ക് എന്താ പറയാ, പഴയകാല നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. ഇത് പുതിയ തലമുറയ്ക്കും എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരമാണ് മായമ്മയിലൂടെ നമുക്ക് വരുന്നത്. തീർച്ചയായും ഇത് വിജയിക്കേണ്ടത് ഇതിൽ പങ്കെടുത്തവരുടെയും അതോടൊപ്പം ഇനിയും ഇത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ പോകുന്ന അവർക്കും ഇതൊരു പ്രചോദനമായി മാറും. തീർച്ചയായും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി. നമസ്കാരം. മായമ്മ എന്ന സിനിമ ഞാനൊരു ഗ്യാപ്പിന് ശേഷം വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ചെയ്യുകയാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവർക്കും കുടുംബസമേതം വളരെ ധൈര്യത്തോടെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഉറപ്പുണ്ട്. ഇതില് ഒരുപാട് നാളുകളായിട്ട് മലയാള സിനിമയിൽ നമ്മൾ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. നമ്മുടെ കേരള തനിമ, നമ്മുടെ ട്രഡീഷൻ, പിന്നെ ബന്ധം, ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധം, അതിൻ്റെ ഒരു ഡെപ്ത് ഒക്കെ വളരെ നന്നായിട്ട് ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അത് വളരെ നന്നായിട്ട് വരും എന്ന് ഉറപ്പുണ്ട്.
നല്ലൊരു ടീം വർക്കാണ് ഇതിലുള്ളത്. ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും ഇന്ന ജോലി എന്ന് വേർതിരിക്കാതെ എല്ലാവരും കൂട്ടായിട്ട് എല്ലാ ജോലിയും ചെയ്ത് കൂട്ടത്തോടെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ഇതിൽ. നിങ്ങളെല്ലാവരും ഇത് വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു.